എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലം ജില്ലയിലുള്ള കുളത്തൂപ്പുഴയിലേക്കാണ്. അവിടെ നല്ല ലൈവായിട്ട് ഫിഷിനെ പിടിച്ച് പൊരിച്ച് തരുന്ന ഒരു സ്ഥലമുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോകുന്നതാണ്. റീൽസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ഞാനും നമ്മുടെ ചങ്ക് മച്ചാൻ വിനയനും ഉണ്ട് കൂടെ. നമ്മളങ്ങനെ കുളത്തൂപ്പുഴ 60 കിലോമീറ്ററിന് ശേഷം ട്രിവാൻഡ്രത്ത് നിന്ന് എത്തിയിരിക്കുകയാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന സമയത്ത് 60 കിലോമീറ്ററോളം നമ്മൾ ദൂരമുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും ഒരു 8 കിലോമീറ്ററോളം നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അതായത് കട്ടിളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും 8 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ബൈക്കിലാണ് പോയത്. ഞാൻ കരുതി അടുത്തുള്ള സ്ഥലമാണെന്നാണ്, പക്ഷേ പോകുന്തോറും ദൂരം മനസ്സിലായത് നല്ല ദൂരം ഉണ്ടെന്നുള്ളത്. അങ്ങനെ പുനലൂരിനടുത്ത് നമ്മൾ കൊല്ലം ജില്ലയുടെ ഭാഗമായ കട്ടിളക്കാട് അഥവാ കുളത്തൂപ്പുഴ സൈഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ നല്ലൊരു ചൂട് പ്രഥമൻ കിട്ടുന്നൊരു കട കണ്ടു. അവിടെ നിർത്തി അതും കുടിച്ചിട്ടാണ് നമ്മൾ പോയത്. നല്ല മഴയുള്ള സമയമായിരുന്നു. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല മഴയാണ്. ആ മഴയത്ത് പോയി പനിയൊക്കെ പിടിച്ചതാണ് സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നത്. അപ്പോൾ ആ മഴയത്ത് ചൂട് പ്രഥമനും കുടിച്ച് നമ്മൾ വീണ്ടും ആ ടൗണിലൂടെയൊക്കെ യാത്ര തിരിച്ച് നമ്മളങ്ങനെ ഏകദേശം കുളത്തൂപ്പുഴ റോഡിൽ നിന്ന് കട്ടിളക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് റൈറ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്. നമ്മളങ്ങനെ കുറച്ച് മുന്നിലേക്ക് വന്നിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ്. വനം പ്രദേശമാണ്. നമ്മൾ പോകുന്ന ഒരു 6-7 കിലോമീറ്ററോളം വനമാണ്. വനത്തിൽ കൂടിയുള്ള യാത്രകളുമാണ്. നല്ല മഴയുണ്ട്, നല്ല ക്ലൈമറ്റ് ഉണ്ട്, അത്യാവശ്യം തണുപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് പനിയും പിടിച്ചത്. നമുക്ക് രണ്ടുപേർക്കും പനിയായിരുന്നു. റെയിൻകോട്ടൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നമ്മൾ പിടിച്ചെന്ന് പോയി. അങ്ങനെ പുഴയൊക്കെ കലങ്ങിയാണ് വരുന്നത്. അവിടെ ഉരുള് പൊട്ടിയെന്നൊക്കെയാണ് അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് കേട്ടത്. എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ നമ്മൾ വനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും നല്ല മഴയാണ്. കൂടുതൽ വീഡിയോസ് നമുക്ക് പകർത്താനും പറ്റിയിട്ടില്ല, കാരണം ഫോണൊക്കെ നനയത് ഐഫോണാണ്. എന്നിരുന്നാൽ പോലും വെള്ളം കയറി കഴിഞ്ഞാൽ പോയില്ലേ, അതുകൊണ്ട് നമ്മൾ അധികം മഴയത്തൊന്നും ഫോൺ എടുത്തില്ല. അങ്ങനെ എടുത്ത വീഡിയോ കൊണ്ട് തന്നെ നമ്മുടെ ആ ഡബ്ബിങ്ങിൻ്റെ സമയത്ത് മൈക്കിലൊക്കെ പ്രശ്നമാണ്. നമ്മൾ സെപ്പറേറ്റ് മൈക്കൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ കുറച്ചൊക്കെ നോയ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണും. നല്ലൊരു വൈബായിരിക്കും ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. കാരണം വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇതൊരു മികവായിട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വൈബായിട്ട് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ലൈവായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്കൊരു നല്ല ആംബിയൻസും നല്ല വൈബും കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ കട്ടിളക്കാട് എന്ന് പറയുന്ന ഏരിയ. നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. ഓഫ് റോഡാണ്. തലങ്ങ അടിച്ചു തിരിക്കും കൊണ്ട് തള്ളി കൊല്ലളിയാ കല്ലും പുള്ളും അവിടെ ബ്രേക്ക് പിടിച്ചായിരുന്നു. ഇപ്പൊ വീണന്നെ ഞാൻ നെഞ്ച് കൈ വെച്ചാണ്. നെഞ്ചിൽ കുടികൾക്ക് അൻപാർന്ന ദൈവങ്ങളെ. ഇപ്പൊ ചത്തന്നെ. വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാം അങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് നല്ല കുത്തനെയുള്ള ഇറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രേക്ക് രണ്ടും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങും, ബാക്ക് ചവിട്ടിയോ പെഡല് നിലത്തിരിച്ച് ബുള്ളറ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാനൊരു വിധത്തിൽ മുന്നോട്ടെടുത്ത് ദൈവാധീനം കൊണ്ട് വീണായിരുന്ന മഴയാണ്. അറിയാം, നമ്മൾ സുഖത്തോടെ വീട്ടിലിരിക്കേണ്ടി വരും. ഭാഗ്യത്തിന് നമ്മളങ്ങനെ അച്ചായൻസ് കിച്ചണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഉൾക്കാഴ്ചകൾ കാണാം. നല്ല മഴയും നല്ല ആംബിയൻസും ഉള്ള സ്ഥലം കൂടിയാണ്, സമയം കൂടിയായിരുന്നു നമ്മൾ വന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ഹട്ടുകൾ അവർ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒന്ന് ഒത്ത നടുക്ക് തന്നെ, അതായത് മീൻ കുളത്തിൻ്റെ ഒത്ത നടുക്ക് തന്നെ നമ്മൾ ആ പിടിച്ച് കഴിക്കുന്ന മീനിൻ്റെ ആ കുളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് മീൻ കഴിക്കുകയും ചെയ്യാം. അതിന് ഗ്രൗണ്ടിലായിട്ട് കുറേ ഹട്ടുകൾ അവർ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നെറ്റ്വർക്ക് ഇല്ല എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഫാമിലിയായിട്ടും ബാച്ചിലേഴ്സായിട്ടും ആർക്കും വരാം, ഒരു റെസ്ട്രിക്ഷനും അവിടെ ഉണ്ടാവില്ല. സ്റ്റേ ബാച്ചിലേഴ്സിന് മാത്രമേ അവിടെ ഒരുക്കിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ചേട്ടന്മാരെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അച്ചായനെയൊക്കെ കാണാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അവരിരിക്കുന്നത് അവിടെയുള്ള ഒരു ചെറിയ വീട് പോലെ, അവിടെയാണ് നമുക്കൊക്കെ സ്റ്റേ വരുന്നത്, നമ്മൾ താമസിക്കാനായിട്ട്. പക്ഷേ നമ്മൾ സ്റ്റേ എടുത്തല്ല പോയത്, ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ് ഉച്ച സമയത്ത്. അങ്ങനെ നമ്മൾ അച്ചായനെ കാണാനും അവിടുത്തെ ആളുകളെ കാണാനും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. പല സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി കഴിച്ചിട്ടുണ്ടാവും. ആ ഒരു എക്സ്പീരിയൻസ് അല്ല നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാൻ പോകുന്നത്. ഞാൻ 100% ഉറപ്പ് തരാം. നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡും നിങ്ങൾക്ക് ഇവിടുന്ന് കഴിക്കാം, അതും ലൈവായിട്ട് പിടിച്ചു തരുന്ന ഫിഷ്. നമ്മളങ്ങനെ അപ്പുറത്തെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് മീനെ പിടിക്കാനായിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് കുക്ക് ചെയ്യുന്നത്. നല്ല മഴയുണ്ട്, കാരണം ഫോൺ വെക്കാനാണ് കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഫോൺ വെക്കാനായിട്ട് കുട മേടിച്ചു. ഫോൺ വെളിയിൽ പിടിച്ചേക്കുന്നു. എന്ത് ചെയ്യട്ടെ, പിന്നെ നമുക്ക് പോവാം ചൂണ്ടയിടാൻ. ഇല്ല
അല്ല അവിടെ നിൽക്കും, നമുക്ക് മീൻ പിടിക്കുന്ന കാണാം. പേരെന്താ ചേട്ടാ? ആ സത്യം ചേട്ടൻ മീനെ പിടിക്കാൻ പോവാണ്. സത്യമായിട്ടുള്ള മീൻ പിടിക്കാൻ മറ്റേ പരമാവധി ഹൈറ്റിലേക്ക് എത്തിക്കും. ഞാനിതിൽ മീനെ എടുത്തിരിക്കുകയാണ്. അങ്ങനെ ഈ കാണുന്ന സ്ഥലത്തു നിന്ന് മീനെ പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് സത്യം ചേട്ടനോടെ പോവാം. നമ്മുടെ ഐറ്റം ഇവിടെയാണ് അടുക്കള. നോക്കിയാണ് നമ്മൾ പിടിച്ച മീനുണ്ട്. അപ്പം ആ പുട്ട് തന്നെ നമുക്ക് കഴിക്കും. എന്താണ് ഫ്രൈയാണോ ചെയ്യണത്? ഗൈസ് നമ്മളങ്ങനെ അച്ചായൻസ് കിച്ചണിൽ എത്തിയിരിക്കുകയാണ്. കൊല്ലത്താണ് സ്ഥലം. JMS ഫിഷ് ഫാം. JMS ഫിഷ് ഫാമിൽ എത്തിയിരിക്കുകയാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് കുളത്തൂപ്പുഴ അടുത്താന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ്. 60 കിലോമീറ്റർ കൊല്ലം എത്തി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് മീനിനെ പിടിച്ച് 2 മീനിനെ പിടിച്ചു. എന്ത് മീനായിരുന്നു? നെട്ടർ പിടിച്ചു. പിരാനയുടെ ഒരു വളർത്തുന്ന ഒരു പക്ഷെ പിരാനയുടെ ഒരു കളറും അതിന്റെ ഒരു സെറ്റപ്പുമാണ്. അതിന്റെ ദേഹം ഒരു സാമ്യം അതിന്റെ വർഗത്തിൽപ്പെട്ടായിരിക്കാം, എനിക്ക് അറിയത്തില്ല. അങ്ങനെ നമ്മൾ അതിനെ പിടിച്ച് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയാണ് പുറകെ നടക്കുന്നത്. നമ്മൾ ചൂണ്ട ഉപയോഗിച്ച് മീൻ പിടിക്കാൻ പറ്റും. അത് എക്സ്ട്രാ എമൗണ്ട് വല്ലതും അപ്പോൾ ഒരു ചൂണ്ട ഇവിടെ തരുന്നെങ്കിൽ ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ചൂണ്ടിടാം. അവൻ ഇപ്പം കോസ്റ്റ്യൂം അവൻ റെഡിയാക്കിയിട്ട് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. നമ്മളൊരു പൂച്ച സർ ഇതും കൂടെ തക്ക നോക്കിയിരിക്കുകയാണ്. അതേ തരുന്നു. ആ ഭാഗം മാത്രല്ലേ നമ്മുടെ ചോറ് ഓടി വരുന്നില്ല. എന്താ എൻ്റെ ഇതാണോ അതിൻ്റെ തീറ്റയാണ്. സത്യം ചേട്ടൻ ഇത് നമ്മളെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തികച്ചും ഇവിടെ ഒരു വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 5 സ്റ്റാർ സെറ്റപ്പ് ഒന്നും കിട്ടൂലെങ്കിലും നമുക്ക് പ്രകൃതി ആസ്വദിച്ച് നമ്മുടെ കാട് കുളം, കാരണം ഇതിൻ്റെ അകത്തോട് വരാൻ തന്നെ ഒരു 4 കിലോമീറ്റർ അടുപ്പിച്ച് മരങ്ങളും റേഞ്ച് പോലും ഇല്ല, ഒരു വണ്ടിയും കാര്യങ്ങളൊന്നും വരണില്ല. ഇവിടെ പലരും വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മൾ അത് കണ്ടിട്ടാണ് വന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ട്. ഒരു സിമ്മിന് നെറ്റ്വർക്ക് ഇല്ല. എൻ്റെ ഫോണിലേക്കാണ് നെറ്റ്വർക്കേ ഇല്ല. അപ്പം ക്യാഷ് കൊടുക്കാൻ ഇവിടെ ഗൂഗിൾ പേ കൊടുക്കാൻ പറ്റും. വൈഫൈ ഉണ്ട്. ഇന്നിപ്പോൾ കറണ്ട് ഇല്ല നമ്മൾ വന്ന സമയത്ത്. അപ്പോൾ ഗൂഗിൾ പേ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ക്യാഷ് എടുത്തിട്ട് വരും, അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾ കിലോമീറ്ററുകൾ പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ക്യാഷ് എടുത്തില്ല, ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ. ആദ്യം കഴിക്കുക, എന്നിട്ട് പിന്നെ സംസാരിക്കാന്നാണ് ചേട്ടൻ. അതാണ് അവരെ പോയിന്റ്. അത് പ്രത്യേകം പറഞ്ഞ കഴിക്കും. അതേപോലെ തന്നെ നമ്മുടെ മീനിന്റെ കാര്യം പറഞ്ഞപ്പോഴും പിന്നെ പുട്ടിന്റെ ഞാൻ പറഞ്ഞ കപ്പ മതി, അപ്പം ഇപ്പം പറഞ്ഞ പുട്ട് മതി. അപ്പം പുട്ട് മതി എന്ന് പറയാൻ കാര്യം അവർ പറഞ്ഞത് ഇവിടെ ആരും കഴിച്ചിട്ടില്ല, നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത പുട്ടാണ് കഴിക്കുന്നത്, നിങ്ങൾ കഴിച്ചെണീക്കില്ല, അമ്മാതിരി പുട്ടും അമ്മാതിരി ക്വാണ്ടിറ്റി എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം ചേട്ടൻ പറഞ്ഞ എന്ത് വെറൈറ്റി പുട്ടാണെന്ന്. നമ്മുടെ ചേട്ടൻ ഇവിടെ മീനൊക്കെ സെറ്റ് ചെയ്ത് നല്ല മഴയുണ്ട് കേട്ടോ, നല്ല മഴയുണ്ട്, നല്ല വൈബുണ്ട്, ആംബിയൻസ് ഉണ്ട്. അപ്പം നമ്മൾ ചേട്ടൻ അങ്ങനെ കൊണ്ടുപോയി. ഇത് നേരത്തെ ബ്രിക്സിന്റെ ഒരു കമ്പനി ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഓൺ പ്രോപ്പർട്ടിയാണ് ആ ചേട്ടൻ്റെ അച്ചായൻസ്. അപ്പോൾ ചേട്ടൻ വരും, ഡ്രസ്സൊക്കെ മാറിയിട്ട് ചേട്ടൻ വരും. അപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ഓണർ ആരാണെന്ന്. ചൂണ്ടയിട്ട് മീൻ പിടിക്കാനും എല്ലാ സൗകര്യങ്ങളും ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട്.
ഫാമിലി ആയിട്ടോ അവധി ദിവസങ്ങളിലാണ് ഇവിടെ തിരക്ക് കൂടുതലെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ തിരക്ക് കുറവാണ്. നല്ല ആംബിയൻസ് ആണല്ലോ സെറ്റ് ചെയ്തിരിക്കുന്നത്. വേണ്ട മ്യൂസിയം സൂവിൽ പോലും ജിറാഫ് ഇല്ല. വേണ്ട അച്ഛൻ മാമൻ്റെ ജിറാഫ് ഉണ്ട്. ശുദ്ധമായ കോൺക്രീറ്റ് പോലെയാണ് മാമ ഉപയോഗിക്കുന്നത്. അച്ഛൻ മാമൻ സൺഫ്ലവർ അങ്ങനെ ഒന്നുമല്ല. പോവല്ലേ എന്താ ഇവിടുത്തെ മീനിന്റെ കറിയാണ്. നല്ല ഇവിടെ ഇന്നിപ്പോഴെ നല്ല ബീഫിന്റെ മണം പറഞ്ഞേ. മാമത്തെ ഞാൻ ചോദിച്ചു മാമ ഇവിടെ കുറച്ച് നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ച്. കള്ളത്തരം ഒരു കാര്യത്തിനും പറയാണ്ട് അടിപൊളി ചപ്പാത്തിയൊക്കെ കഴിക്കാൻ പറ്റിയ സാധനം കിട്ടില്ലല്ലേ? ഏതൊരു വീഡിയോ ഒരു ആരോ പറഞ്ഞു അധികം ടേസ്റ്റ് ഇല്ല. കറക്റ്റ് എരിവും കറക്റ്റ് പുളി. ഇത് കണ്ട നല്ല മണം അടിച്ചിട്ട് മാമനെ ചോദിച്ചു മാമ നല്ല മണം വരുന്നുണ്ട് ഇത് എവിടെ നിന്നാണ്? മാമ മീൻ മാത്രമല്ല ഇത് ഓർഡർ അനുസരിച്ചേ ഉള്ളു കേട്ടോ. നല്ല പരുവായിട്ടില്ല. നേരത്തെ വിളിച്ച് പറയണല്ലേ? ഇനി അതിനകത്ത് പണിയുണ്ട്. ഇതൊക്കെ വേണേ നേരത്തെ വിളിച്ച് പറയണല്ലേ? നമ്മളെ ഈ ഞായറാഴ്ചയൊക്കെ വീട്ടിൽ അമ്മമാര് കഴിക്കൂലേ അതേ ടേസ്റ്റ്. കറക്റ്റ് ഉപ്പും മസാല. ഷാപ്പിലൊക്കെ പോകുമ്പോ ചേട്ടാ പേരെങ്ങനായിരുന്നു? എന്റെ പേര് തന്നെ ഫാമിന്റെ പേര് JMS. എന്റെ പേര് ജെയിംസ്. ജെയിംസ് അല്ലേ? അച്ചായൻസ് കിച്ചൺ അതിന്റെ ഓണറാണ് നമ്മുടെ അടുത്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല കേട്ടാ. കിടിലൻ ടേസ്റ്റ്. മാമ എല്ലാത്തിനും നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും അഴുക്ക് പോകുന്നത് കണ്ട എല്ലാം നമ്മൾ പറഞ്ഞ് മാമൻ ചെയ്യുന്നതാ. ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ട്രൈ ചെയ്യുന്നത്. മറ്റുള്ള മീനത് പിടിക്ക കൂടുണ്ടല്ലോ. കൂടിട്ട് ഇറക്കിയിട്ടാണ്. അതായത് നമ്മളിപ്പോ ഈ മീൻ പിടിക്കും തോറും അടുത്ത കുഞ്ഞുങ്ങൾ നാം ഇറക്കും. പക്ഷെ അതൊരു കൂടില്ലാതെ ഇറക്കി കഴിഞ്ഞാൽ മറ്റുള്ള മീനും കൂടെ അതിനെ പിടിച്ച് തിന്നാൻ സാധ്യത. അതുകൊണ്ട് 2 മാസം ഒരു കൂട്ടിലിട്ട് വളർത്തിയിട്ടാണ് അതിനെ തിരിച്ച് അതിലോട്ട് ഇറക്കി വിടുന്നത്. എന്തൊക്കെ മീനുണ്ടോ നമ്മളെ ഇതില്? എന്തൊക്കെ മീനുണ്ടോ വളർത്തുന്ന ആവോലി, വളർത്തുന്ന ആവോലി അതോ നെട്ടർ, പിന്നെ സിലോപ്പി ഉണ്ട്, പിന്നെ റെക്ടിലോപ്പി, കട്ട്ള, രോഗു, മൃഗാല്. കട്ട്ള, രോഗു, മൃഗാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാർപ്പ് വർഗത്തിൽ പെടുന്ന മീനാണ്. മൂന്ന് സത്യര് വളർത്തുന്ന മീനാണ്. അതെന്താ നമുക്ക് എന്ത് മീനാണ്? നല്ല ടേസ്റ്റുള്ള മീനാണ്. വാള, കരിമീനുണ്ടോ? എല്ലാ ദിവസവും കിട്ടത്തില്ല. വലയിടുന്നത് അന്ന് മാത്രമേ കുറച്ച് കയറും. അന്ന് കിട്ടുന്ന എന്താണോ അതാണ് അല്ലേ? അല്ല അപ്പൊ ഈ കൂട്ടിൽ നമ്മളിപ്പോ പിടിച്ചില്ലേ, ആ കൂട്ടിൽ പിടിച്ചാൽ എങ്ങനെയാണ് പിടിച്ചിട്ടേക്കുന്ന? ചൂണ്ടയ്ക്ക് പിടിച്ചിട്ടേക്കുന്നത് അതൊക്കെ പിടിച്ച് ആ കൂട്ടിയിട്ടേക്ക് പിടിക്കുക എളുപ്പത്തിന്. നമ്മളിപ്പോ ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഒരു സമാധാനം വേണം. ഇല്ലെങ്കിൽ ഇത് നടക്കൂല. കാരണം ഇത് പിടിക്കണം, വൃത്തിയാക്കണം, പൊരിക്കണം. ഓർഡർ ആണെങ്കിൽ കുഴപ്പമില്ല. ലൈവ് ചെയ്യുമ്പോൾ 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ എടുക്കും. എത്ര ഉണ്ടെങ്കിലും നമുക്ക് ഒരു ദിവസം നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കുറച്ച് ലേറ്റായി പോയി. 1 മണിയായി ഇറങ്ങിയപ്പോൾ. രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് സ്പെൻഡ് ചെയ്യാം, ചൂണ്ടയിട്ട് മീൻ പിടിക്കാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ പുറത്തുനിന്ന് ആർക്കെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം ഇത് കുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ കിച്ചൺ കൊടുക്കുമെന്നാണ് പറയുന്നത്. വെച്ചാൽ ഈ കിച്ചൺ കൊടുക്കുക, അവർക്ക് ഇഷ്ടമുള്ളത് അവർ കുക്ക് ചെയ്ത് മസാല കുക്ക് ചെയ്ത് കഴിക്കാം. പക്ഷെ പുറത്തുനിന്ന് മീനൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അവരെ മീൻ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ മേടിച്ചിട്ട് 40 വർഷം കഴിഞ്ഞു. ഇത് ഈ സ്ഥലം വാങ്ങിച്ചിട്ട്
40 വർഷമായിട്ടാണ് ഈ സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷെ മീൻ കൃഷി തുടങ്ങിയിട്ട് ഫാം തുടങ്ങിയിട്ട് 8 വർഷമായിട്ടുണ്ട്. നമ്മുടെ വേലിക്കപ്പുറം എല്ലാം വെള്ളം. ഇവിടെ മറ്റേ പന്നി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? എല്ലാ മൃഗങ്ങളും ഉണ്ട്. ശല്യമില്ല. അപ്പൊ നമുക്ക് ഈ അടുത്തുള്ള പോർക്ക് കിട്ടുന്ന ആളെ ഉണ്ടാവുമോ? കരവാളൂരുണ്ട്. പോർക്ക് ഇവിടെ നിന്ന് കുറെ ദൂരം പോകുന്നു. പൊന്നൂരപ്പുറം. പൊന്നൂരപ്പുറം നമ്മളെത്തി. ജോമാനൊന്നുമില്ല ചേട്ടാ? ആ ജോമാൻ ചേട്ടാ നമ്മുടെ സ്പെഷ്യൽ. ഞാനല്ല, ഹെൽപ്പ് മാത്രമേ ഉള്ളൂ ഞാൻ. കുട്ടികളുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. റൂമുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ആകുമ്പോൾ അവർക്കുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അത്രയും അവർക്ക് താമസിക്കാനുള്ള വീടാണ് ഈ പുറകെ കാണുന്നത്. നമ്മൾ ബാച്ചിലേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം അവർ കൊടുക്കുന്നത്. നമ്മൾ റൂമൊക്കെ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് വന്ന് കണ്ട് ആസ്വദിക്കാം. ഒരു രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുക്കിങ്ങും ചേട്ടൻ തന്നെയാണ്, അതാണ്ട് കട്ടിങ്ങും ചേട്ടൻ തന്നെയാണ്, കൂട്ടും ചേട്ടൻ തന്നെയാണ്. സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ ജോമോൻ ചേട്ടൻ, അവർ ബന്ധുക്കളും കൂടെയാണ് കേട്ടോ. പിന്നെ വെളിയിൽ 7 പേര് സ്റ്റാഫ് ഉണ്ടെന്നാണ് പറയുന്നത്. സത്യം ചേട്ടോട്ട് സത്യം ചേട്ടനാണ് നമുക്ക് ഇറങ്ങി മീൻ പിടിച്ച് തന്നത്. താണ്ടെ പച്ചക്കും തിന്നാന്നാണ് മാമൻ പറഞ്ഞത്. അമലിതാ പച്ചക്കിതാ നല്ല പുട്ട, നല്ല പച്ചക്കൊക്കെ ടേസ്റ്റ് ഉണ്ട്. കപ്പലണ്ടിയൊക്കെ ഇട്ട് സൂപ്പർ, നല്ല ടേസ്റ്റ്. നമുക്കൊരു കാര്യം ചെയ്യാം, പോയിട്ടെ എല്ലാവരും വിളിച്ചിട്ട് ഒരു വരവും കൂടെ വരാം. പുട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് അപ്രതീക്ഷ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാധനമാണ് വരുന്നത്. നമുക്ക് വേണ്ടി ഒരു മനുഷ്യനും തടുത്തു നിർത്താൻ പറ്റത്തില്ല. മനുഷ്യനെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റത്തില്ല, തെളിയിച്ചു. ഇപ്പം ഇതുണ്ട നോക്കണം, നമ്മള് വേറെ 2 ഗസ്റ്റേ വന്നിട്ടുള്ളൂ, 2 പേരേ ഉള്ളൂതാ. എന്നിട്ടും അവര് പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക് വേണ്ടി. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്താ തക്കാളിയിലേക്ക് നാം അറിയാതെ കഴിക്കാൻ. പുട്ടുണ്ടല്ലോ, പുട്ടിൻ പൊടിയുണ്ടല്ലോ, വാ വാ പുട്ടേ വാ, പുട്ടിന്റെ പൊടിയേവാ, പ്രണവും പ്രതാപവും നമുക്കെന്തിനാ, അച്ചായത്തുണ്ടല്ലോ. ചൂട് പറന്നിട്ട് എടുത്തെടുത്തു. 2 എടാ പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടിയാ മതി. ഇത് വെയിറ്റിംഗ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ തീരൂലതാ. പാർട്ട് 2 ഒക്കെ ഇടേണ്ടി വരും. ഒരു വരവ് കൂടെ വരേണ്ടി വരും. അമല് ആറന്മുള വള്ളസദ്യ പോലെയാണ്. ഇതൊരു സാധനം കൊണ്ടുവന്നു, ഒരു അടാറ് സാധനം കൊണ്ടുവന്നു. നമ്മളൊരു മീനിനെ പിടിച്ച് പൊരിച്ച് തിന്നാതുകൊണ്ട് വന്നതാണ്. സത്യം പറഞ്ഞാൽ മീൻ പിടിച്ച് ബീഫ് ഇതാണ്ട്. ഇത് ഇവിടെ അടുത്ത് എന്തോ തുറക്കുന്നുണ്ട്. എന്താണത് അടുത്ത ഐറ്റം? ശരിക്കും കപ്പയ്ക്കുള്ള ചമ്മന്തിയാണ്. പുട്ടിന്റെ കൊടുത്തി ഇതിലോട്ട് താണ്ട് കമോൺ പോയി വന്ന് എന്തൊക്കെയാ ഇവിടെ പറഞ്ഞെടുത്തിട്ടുണ്ട്. സുന്ദരി സാധനം. നമ്മുടെ നാരങ്ങയുടെ കലാപരിപാടികൾ മീനിൽ നടക്കുന്നുണ്ട്. അതാ അവിടെ അച്ചായൻ മീനില് കലാപരിപാടി നടത്തുമ്പോൾ നമ്മളെ ജോമോൻ ചോട്ട ഇപ്പുറത്ത് നമുക്ക് വേണ്ടിയുള്ള കറി തയ്യാറാക്കുകയാണ്. ഇതാ ഇപ്പുറത്തെ ബീഫ്. അത് കഴിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. മതി. ഗൈസ്, നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉരുക്കുകയാണ്. ഇതാണ്ട് ഈ 2 സുന്ദര കുട്ടപ്പന്മാര്. അതിന്റെ അവസാന നിങ്ങളിത് കാണുക. എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ അച്ചായൻ എന്ന വിരിപ്പേരിൽ അറിയപ്പെടുന്നത്? ഇതാ കണ്ടാ നിങ്ങള്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നിരാശപ്പെട്ടു പോകൂല ഒരിക്കലും.
ഇതാ കണ്ട താലപ്പൊലി. ഇതാ താലപ്പൊലിക്ക് നമ്മള് കല്യാണത്തിന് കണ്ടിട്ടില്ലേ, എന്റെ കയ്യിലുണ്ട്. അതെ എന്നെ കൊടുത്തിട്ടുണ്ട്, കാരണം തികയൂല. ഓക്കെ, ഞാൻ കൊണ്ടുപോയിക്കോളാം. നമുക്കേ ഇതിന്റെ ഫുഡൊക്കെ എങ്ങനെയാണ്, മീനിന് കൊടുക്കുന്ന ഫുഡൊക്കെ? അരി, ഗോതമ്പ്, ഞങ്ങളുടെ കിച്ചണിലെ ചീനത്തൊലി, പിന്നെ മലക്കറി കടയിൽ നിന്ന് കാബേജിൻ്റെ തോട്. ഞാൻ ഒരു 10-25 കിലോ കിച്ചണിൽ തന്നെ ചീനത്തൊലി, ചോറിൻ്റെ ബാക്കി, പിന്നെ റേഷൻ അരി ഇട്ട് ചോറ് വെച്ച് കൊടുക്കും. പിന്നെ ചേമ്പല, ചേനയില, ഇതിന്റെ അകത്ത് ജോയിന്റ് ചോറുണ്ടോ? കപ്പയുടെ ഇല എത്ര ഉണ്ടെങ്കിലും കഴിച്ചോളും. അത് മീനിന്റെ ഫുഡാണ് പറയുന്നത്. ഓക്കെ, അച്ഛ ഇതിന്റെ അകത്ത് കഴിഞ്ഞ 2018 കുറച്ച് നഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞത്, അതെങ്ങനെയാണ് സംഭവം ഒന്ന് കറക്റ്റ് പറഞ്ഞത്? ലോകം മൊത്തം വന്നപ്പോ പിന്നെ നമ്മളെ മാത്രം വെച്ചേക്കും. അപ്പൊ ഇതിനകത്തുള്ള മീനൊക്കെ ഒരുപാട് നഷ്ടം വന്നല്ലേ? ആറ്റിപ്പോ. എന്നാൽ എത്ര രൂപ നഷ്ടം വന്നതാണ് അച്ഛന്? അതെന്ന് പറഞ്ഞാൽ 60,000 മീനായിട്ട് 60,000 മീൻ. ശ്രദ്ധിക്കണം, 60,000 മീനാണ് അന്ന് 2018 തുടക്കത്തിലിട്ട് 60,000 മീനാണ്. അപ്പം അത് 1 കിലോ ആയതുവരെ ഉണ്ട് വലിപ്പം. അതുവരെ പോയി, തീർത്ത് പോയി. പിന്നെ രണ്ടാമത്തെ 6 സൈഡ് അതാണോ? 6 നിങ്ങൾ പാലം കയറിയതാ, അങ്ങോട്ടാ പോണേ. ഇത് വനമാ. നമ്മളെ കുളത്തപ്പുഴ ആറല്ലേ? മനസ്സിലായി. പക്ഷെ ഈ സൈഡിൽ പോയി കഴിഞ്ഞാൽ നാട്ടിലേക്ക് ഇനി പുട്ടും ചമ്മന്തിയും കൂടെ സ്ഥലം കഴിച്ചു പോകും. അച്ഛൻ തന്നെ നമ്മളെ കൂടെ വന്നിരുന്നത്, ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഓണർ തന്നെ നമ്മളെ കൂടെ വന്നിരുന്നത് എങ്ങനെ കഴിക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്നതാ. മീൻകറി ഇതൊരു ടേസ്റ്റ് ചെയ്തില്ല നമ്മള്, കാരണം ഇത് കഴിച്ചപ്പോ തന്നെ മീൻകറി എടുക്കാൻ തോന്നല്ല, സത്യം പറയട്ടെ. കാരണം ഈ ഫ്രൈ കഴിക്കുമ്പോ തന്നെ ഒരു വല്ല സൂപ്പർ. എല്ലാം കൂടെ അങ്ങനെ വെള്ളത്തിന്റെ ഒറ്റ ഒന്നും പറയാനില്ല. കാരണം ഇങ്ങനെ ഒരു സ്പേസ് നമ്മളെ തിരുവനന്തപുരം ബോർഡർ, അതായത് ബോർഡറല്ല, കൊല്ലം കുളത്തപ്പുഴ മിസ് ചെയ്യും. നിങ്ങൾ വന്ന് കഴിക്കാനുള്ളൊരു സ്ഥലമാണ്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാ മീൻ കറി, കപ്പയുടെ കഴിക്കുന്ന ചമ്മന്തി, ബീഫ്, 2 മീന്, പോരാത്തിരുന്ന നല്ല മഴ. പിന്നെ നമ്മളെ നമ്മുടെ കൂടെ അതിഥിയുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട് എന്റെ അടുത്ത്. അതെടുത്തോ, ഞങ്ങളെ തീറ്റിക്കാനായിട്ട്. മണിക്കൂർ ഇവിടെ വരാൻ വന്നിരിക്കുന്നതാണ്. അജയൻ ചേട്ടാ, എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക്. മീനോ ബീഫോ കരിമീനോ പുട്ടോ എല്ലാരും അടിച്ചു കയറി ഇങ്ങോട്ട് വാ. അങ്ങനെ പറയാനുള്ളു, ഇവന്റെ ചെലവാണെന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. നമ്മളിപ്പം എത്ര കോസ്റ്റ് വന്നാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് ഒന്നും പറയല്ല. സത്യം പറഞ്ഞ വ്ളോഗിന് വേണ്ടി ഇത് വന്നതല്ല, കഴിക്കാൻ വേണ്ടി വന്നതാണ്. സത്യം പറഞ്ഞത് അതാണ് സംഭവം. എത്ര നമ്മള് 60-70 കിലോമീറ്റർ അല്ലോ. എത്ര കിലോമീറ്റർ? 60 ഉണ്ടെന്നോ? എന്തായാലും കുറെ ഉണ്ട്. ഗൈസ് കണ്ടോ, കുളമാണ്. ഞാൻ സ്വന്തമായി കുത്തി കുളമാക്കിയ കുളമാണ്, അച്ചായൻ്റെ കുളമാണ്. നമ്മളങ്ങനെ മീനും പുട്ടും എല്ലാ സാധനങ്ങളുമായിട്ട് കഴിച്ച് വന്നപ്പം നിങ്ങൾ പാത്രത്തിൽ നിറയെ സാധനം കണ്ടതാണ്. ഇപ്പം നോക്ക്, ഇവിടെ ഫോസിൽ ഒരു മീൻ ഭയങ്കര പാട് കേട്ടോ ഒരു മീനൊക്കെ കഴിക്കാൻ. നമ്മൾ കഴിച്ച് ഇനിയും കഴിഞ്ഞിട്ടില്ല, ടു ബി കണ്ടിന്യൂഡ്. അപ്പോൾ നമ്മുടെ പയ്യൻ താണ്ട ഒട്ടും വിശപ്പില്ലെന്നാണ് പറഞ്ഞത്. ഒട്ടും വിശപ്പില്ലല്ലേടാ? പിന്നെ പട്ടണി കിട്ടിയിരിക്കുന്നു ഈ വീട്ടിൽ, ബീഫും മീനും പട്ടണി കിട്ടിയിരിക്കുന്നു കേട്ടോ. ഭയങ്കര വിശപ്പാളിയന്. ഇഷ്ടം മലയാളി ബീഫും കിട്ടില്ല. കണ്ടപ്പം ചേട്ടാ മതി പണ്ടത്തെ പോലെ ഇവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ട്രൈ ചെയ്ത പുട്ടാണ്. കപ്പ മസ്റ്റ് ട്രൈ ആണ്, കാരണം കപ്പയ്ക്കുള്ള ചമ്മന്തി ഇതായിരിക്കുന്നത്. മിസ് ചെയ്ത് ഈ ഇവനാണ് പറഞ്ഞത് കപ്പ വേണ്ട. പുട്ട് വെറൈറ്റി പുട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. പുട്ട് കിട്ടില്ല പുട്ട്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഈ കടൽ മീനിൻ്റെ രുചിയോ ആറ്റുമീൻ്റെ രുചിയോ പ്രതീക്ഷിച്ച് വരരുത്. കാരണം ഇതെന്ന് പറയുമ്പോൾ കായലിലേക്ക് മീനാണ്, അതിന് അതിൻ്റെതായിട്ടുള്ളൊരു രുചി കാണും. നല്ല രുചിയുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. നിറയെ മീൻ കഴിക്കാത്തതാണ്. അങ്ങനെ മീൻ കഴിക്കത്തില്ല, കഴിക്കും ഫ്രൈ ചെയ്താൽ മാത്രം. ഫ്രൈ എല്ലാ മീനും കഴിക്കില്ല. പക്ഷെ ഇവൻ അത് പറഞ്ഞ മീൻ കഴിച്ചപ്പോൾ എനിക്കും നമ്മളെ മീനിൻ്റെ ഒരു ടേസ്റ്റ് അല്ല, ഇതിന് നമ്മളൊരു മീറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടോ? മീറ്റ് അത് തന്നെ. ഇതാ ഞങ്ങൾ കാണിച്ചു തരാം.
നല്ല മീറ്റ്, അതായത് നല്ല ജ്യൂസി പരിപാടി, നല്ല മീറ്റാണ്, നല്ല വെളുത്ത് തുടുത്തിരിക്കുന്ന മീൻ. നമുക്ക് കഴിച്ചു നോക്കാം. ജസ്റ്റ് ആദ്യം ഇതിൽ മുക്കുക, അതിൽ മുക്കിയിട്ട് ഒരു പീസ്. അച്ചായൻ്റെ മസാല കിടലാണ്. പിന്നെ എന്താണ് ബീഫ് ഉണ്ടല്ലോ പൊന്നളി, അത് മുളക് കൊണ്ട് മാത്രമാണ് തോന്നിട്ടുണ്ട്. മുളക് പച്ചമുളക് വെച്ച് മാത്രം. ഇതാണ് ഒരു മജീഷ്യന്മാരാണ്. നമ്മൾ കഴിക്കുന്നത് വൃത്തിയായിട്ടൊക്കെ നമ്മൾ പ്രൊഫഷണൽസ് അല്ല, ജസ്റ്റ് നമ്മള് മസ്റ്റായിട്ട് നിങ്ങൾ വരിക. ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാ നിങ്ങൾക്ക് വരാം. പയ്യന്മാരായിട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റേ ഇല്ല. ബാച്ചിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേ ഉണ്ട്. ഒരു റെസ്ട്രിക്ഷനും ഇല്ല. നിങ്ങൾക്ക് ഇവിടെ വന്ന് എല്ലാം കണ്ട് എല്ലാം അടിച്ച് പൊടിച്ച് ഫുഡും കഴിച്ച് വേണ്ടുന്ന ഫുഡ് വെച്ച് തരും. ഇനി നിങ്ങൾക്ക് അത് വേണ്ട, നിങ്ങൾക്ക് സെൽഫായിട്ട് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിച്ചൺ തരും. ഇവിടെ വന്ന് കുക്ക് ചെയ്യാം. അതിൻ്റെ റൂമും കാര്യങ്ങളും ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാം. അതേപോലെ തന്നെ എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളും വരുന്നതെന്നുള്ളതും നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഒരു കള്ളത്തരം നമ്മളിതിൽ പറയുന്നില്ല. ഫുഡ് കൊള്ളില്ല എന്ന് പറയുന്നില്ല. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ വന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ ഇനിയും കാണാം വീഡിയോയിൽ. പക്ഷെ നമ്മൾ വന്ന സമയം തെറ്റിപ്പോയി. നമ്മൾ 1 മണിയൊക്കെ ആയപ്പോഴാണ് വന്നത്. പക്ഷേ അത് കഴിക്കേണ്ട സമയം തന്നെ. പക്ഷേ വിശപ്പ് കുറച്ച് കെട്ട സമയത്താണ് വന്നത്. 1 മണിക്ക് 2 മണിക്ക് 2:30 ഇറങ്ങി ഇവിടെ എത്തിയപ്പോൾ 5 മണിയായി, 4 മണിയായി. പിന്നെ മീനൊക്കെ പിടിച്ച് അതിനെ കട്ട് ചെയ്ത് മസാലയൊക്കെ ഇട്ട് വെച്ച് പുട്ടൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേന് ഒരു 1/2 മണിക്കൂർ 5 മണിയെ കഴിക്കാൻ ഇരുന്നത്. ലൈവ് ഫിഷ് ആണ് കേട്ടോ. അങ്ങനെ കൺമുന്നിൽ തന്നെ ഇവിടുന്ന് തന്നെ പിടിച്ചെടുത്ത മീനാണ്. പിടിച്ച് കട്ട് ചെയ്ത് മസാല വെച്ച് നമ്മളെ മുന്നിൽ തന്നെ. ഞാൻ രണ്ടുപേരും തല കഴിക്കില്ല, അതുകൊണ്ട് തല ഒരു നമുക്ക് വർക്കല പോയിട്ട് പോകണം. ഈ ചിതാഭസ്മം ഒഴുകണം കേട്ടോ, ഒഴുകാം. അപ്പോൾ അതാണ്ട് അമ്മലിൻ്റെ കൂട്ടുകാരൻ എന്നിട്ട് അമ്മൽ കഴിച്ചോളൂ. ഏറ്റവുമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, പിന്നെ അവൻ തന്നെ എടുത്തിട്ടുണ്ട്. അണ്ട മയിൽ കണ്ടാ ഡേ കണ്ട അമ്മലെല്ലാം കഴിഞ്ഞ് തണ്ട ചേട്ടൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു. ഇതാണ് നമ്മളെ ചേട്ടൻ. ചേട്ടാ ഇതാണ് നമ്മളെ അച്ചായൻ, ചേട്ടന്റെ മോൻ. പേരെന്താ ചേട്ടാ? ജിതിനാണ്. ഇതാണ് നമ്മളെ ഈ ചേട്ടനാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. പുള്ളിയാണ് എല്ലാം ചെയ്യണമെങ്കിലും പുള്ളി ഇവിടുത്തെ ഓൾ ഇൻ ഓൾ എല്ലാ കാര്യവും നോക്കി നടത്തുന്നത് ചേട്ടനാണ്. അതാണ്ട് ഒരാളെ കൂടെ കാണിച്ചു തരാം. കണ്ട നമ്മൾ ഇവനത് കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്. അതാണ്ട് കണ്ട മുരുകപ്പ ജമുനാപ്പാരി. ഇതാണ്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. നല്ല സൂപ്പർ ഫുഡായിരുന്നു. മീന് ചടങ്ങിട്ടോ കേട്ടോ, മീന്, അതേപോലെ തന്നെ ബീഫ്, അച്ചാറ്, ചമ്മന്തി, എന്തൊക്കെ ഇവിടെ തരാൻ പറ്റുമോ അതെല്ലാം ഇവർ നമുക്ക് തന്നിട്ടുണ്ട്. കുടമ്പളിയിട്ട മീൻകറി വരെ തന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല. എല്ലാം നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ അച്ചായൻ. പുള്ളിയുടെ കടയാണിത്, പുള്ളിയുടെ ഫാമാണിത്. കടയല്ല, പുള്ളിയുടെ ഫാമാണിത്. എത്ര വർഷമായിട്ടാ തുടങ്ങിയിട്ട്? 6 വർഷമായി തുടങ്ങിയിട്ട്. അതേപോലെ തന്നെ ഇത് അച്ചായന്റെ മോനാണ്. അച്ഛൻ്റെ പേര് ജിതിൻ ചേട്ടൻ. ഇതാണ് നമ്മുടെ ജിതിൻ ചേട്ടൻ. ഇത് നമ്മുടെ ജോമോൻ ചേട്ടൻ, ഹെൽപ്പറാണ്, ഇവിടുത്തെ ഓളിനോളാണ്. ഇതാണ് നമ്മുടെ കാക്കിക്കുള്ളിലെ കലാകാരൻ. മീനെ പിടിക്കണതും വെട്ടണതും എല്ലാം ഈ പുള്ളിയാണ് ചെയ്യുന്നത്. നല്ല വൃത്തിയാക്കി എടുത്ത്. ചേട്ടാ ഇപ്പൊ എന്താണ് എല്ലാവർക്കും ഒരു എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? നമ്മുടെ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇവിടെ വരിക, ഫുഡ് കഴിക്കുക. നമ്മുടെ ലൈവായിട്ടുള്ള നമ്മുടെ ഫിഷ്, കപ്പ, ഫിഷ് കറി എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു മായവോ തട്ടിപ്പോ ഉടായ്പോ ഒന്നുമില്ല. നിങ്ങൾക്ക് കിച്ചണിൽ വന്ന് തന്നെ നിൽക്കാം. കിച്ചണിൽ വന്ന് കൂടെ നടന്ന് കണ്ട് എന്തൊക്കെ അവർ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ നമ്മൾ അതിൽ ചേർക്കുന്നുണ്ട്, നമ്മുടെ കയ്യിൽ തന്നെ അത് ടേസ്റ്റ് ചെയ്യാം. എല്ലാം ഏറ്റവും കാര്യം നമുക്ക് ലൈവായിട്ട് കണ്ടുവന്നിട്ട് നമുക്ക് ചെയ്യാം. അതേപോലെ ഇതിന്റെ അകത്തിരുന്ന് ഫുഡ് കഴിക്കാം. ഇവിടുന്ന് മീനെ ചൂണ്ടയിട്ട് പിടിച്ച് കൊണ്ടുപോകാനാണെങ്കിൽ പിടിക്കണം. മീനെ ചൂണ്ടയിട്ട് പിടിച്ച്, പക്ഷെ പിടിക്കണ മീന് പക്ഷെ ഒന്നിൽ കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ പൊരിച്ച് കഴിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പിള്ളേർക്കൊല്ലാം ആണെങ്കിൽ അത് കാണിച്ചു ചൂണ്ടിട്ട് എങ്ങനെയാണെന്ന്. പക്ഷെ ഇന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഒരു വന്ന് പിടിച്ചിട്ട് തിരിച്ചിടുന്നുണ്ട് മീൻ. അപ്പൊ മീൻ ഒരുപാട് ആയുസ് കാണത്തില്ല, പെട്ടെന്ന് മരിച്ചു പോവും, ചത്തുപോകും. അതുകൊണ്ട് എല്ലാവരും വരണം. ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നമ്മളെ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ ഉണ്ടല്ലോ കേട്ടോ. 65 കിലോമീറ്റർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അപ്പൊ നിങ്ങൾ വരണം. കൊല്ലത്താണ് സ്ഥലം. കൊല്ലത്തിന്റെ ട്രിവാൻഡ്രത്തിന്റെ ഏകദേശം ബോർഡറാണ് കുളത്തപ്പുഴ. അതെ ചേട്ടാ, ഒരു കാര്യം കൂടി. നമ്മൾ ഫുഡിന്റെ ഇപ്പൊ നമ്മൾ എന്തായാലും പ്രൈസ് പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ സ്റ്റേ വരികയാണെങ്കിൽ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? സ്റ്റേക്ക് എങ്ങനെയെങ്കിൽ ഇപ്പൊ ബാച്ചിലേഴ്സ് ആണെങ്കിൽ ബാച്ചിലേഴ്സ് സ്റ്റേ നമ്മൾ ആള് എണ്ണം പോലെ കൊടുക്കുന്നത്.
അത് 2000 കൊടുക്കുന്നതുണ്ട്, 3 കൊടുക്കുന്നതുണ്ട്, മാക്സിമം 4000 വരെ. ഫുഡ് ഇവിടെ തന്നെ കൊടുക്കും, അല്ലെങ്കിൽ വെച്ച് കഴിക്കണമെങ്കിൽ വെച്ച് കഴിക്കണമെങ്കിൽ കിച്ചൺ കൊടുക്കും. അതേപോലെ തന്നെ ബാച്ചിലേഴ്സ് പറയുകയാണെങ്കിൽ വെച്ച് കഴിക്കാൻ ഒരു കിച്ചണും കൂടെ കൊടുക്കും. ഇവിടുത്തെ മീൻ ഇവിടുന്ന് പിടിച്ചു കൊടുക്കും. ഒരു റെസ്ട്രിക്ഷനും ഇല്ല എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കുക. അതേപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞ് അമലെ ഇനി ഒരു 10,000-3000 രൂപ അറേഞ്ച് ചെയ്ത് വെച്ചോ, സത്യം കഴിക്കാൻ അറേഞ്ച് ചെയ്ത് വെച്ചോ, അമലെ നമുക്ക് നോക്കാം, നമ്മളെ കയ്യിലുണ്ടല്ലോ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. പക്ഷേ നമ്മളെല്ലാം കഴിഞ്ഞ് ചേട്ടാ എത്രയാന്ന് കേട്ടപ്പോ നമ്മളത് പറയാൻ അറിയാമോ, മോനെ 950 രൂപ. നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോയാട്ടോ. അത് അവർക്കുള്ള ഫുഡും നമുക്ക് എടുത്ത് വെച്ച് തന്നു. മീൻകറി, ചിക്കനും ബീഫും എല്ലാം നമുക്ക് തന്നു. സത്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എല്ലാവരും വരണം, ഉറപ്പായിട്ട് മസ്റ്റ് വിസിറ്റ് ആണ്. വന്നിട്ട് അലമ്പൊന്നും ഉണ്ടാക്കിയിട്ട് പോകരുത്. കാരണം വേറെ കാര്യം കൂടെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിവിടെ മൊബൈൽ ടവർ ഇല്ല, റേഞ്ച് ഇല്ല, നെറ്റ് ഇല്ല, ഒന്നുമില്ല ഇവിടെ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അത്യാവശ്യത്തിന് വിളിക്കാത്ത സൗകര്യമുണ്ട്. പക്ഷെ വേറെ ഒന്നുമില്ല. പൈസ കയ്യിൽ കരുതണം. നമ്മളിപ്പോൾ പൈസ എടുത്തിട്ടില്ല. അപ്പോൾ ഇവർ പറഞ്ഞ കാര്യമാണ് എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തട്ടിയ കാര്യമാണ് ഞാൻ പറഞ്ഞു തരാം. അവർ പറഞ്ഞ് മോനെ ഇപ്പം കുഴപ്പമില്ല, റേഞ്ചുള്ള സ്ഥലത്ത് പോയിട്ട് ആദ്യം കഴിക്ക്, റേഞ്ചുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി. എവിടെയെങ്കിലും നിങ്ങൾ വീട്ടിലെത്തിയിട്ടോ എവിടെയെങ്കിലും പോയിട്ട്. അത് പറഞ്ഞ ആരും ഉടായ്പ കാണിക്കണം, നീ കൊണ്ട് വരണ്ട. നല്ലൊരു മനസ്സും കൂടെയാണ് വരുന്നത്. നിങ്ങളുടെ എടുത്ത് പറയാം. നമ്മുടെ കൂടെ കട്ടയ്ക്ക് ഇത്ര നേരം. അപ്പോൾ എല്ലാവരും വരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്. നമ്മുടെ ചേട്ടൻ ഇവിടെ പറഞ്ഞതാണോ പാറ, കട്ടിളപ്പാറ എന്ന ഈ സ്ഥലത്തിൻ്റെ പേര് വരാൻ കാരണം ഈ പാറ കട്ടിള പോലെ, അതായത് നമ്മുടെ വീടിൻ്റെ ഒക്കെ വാതിലിൻ്റെ കട്ടിളയില്ലേ, അതുപോലെയാണെന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത്. ഇവിടെ വന്ന് കണ്ടപ്പോൾ കറക്റ്റ് അതുപോലെ നോക്കി പാറ ഉണ്ടല്ലേ, കട്ടിള പോലെ തന്നെ. ഡോറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, കറക്റ്റ് കട്ടിളയുണ്ട്. അതുകൊണ്ടാണ് സ്ഥലത്തിൻ്റെ പേര് കട്ടിളപ്പാറ എന്ന് വരും. നല്ല വ്യൂ ആണ്, നല്ല വനമാണെന്ന് തോന്നുന്നു സൈഡെല്ലാം. അപ്പോൾ അതാണ് ഇതിന് കട്ടിളപ്പാറ എന്ന പേര് വന്നിരിക്കുന്നത്. നോക്കി 3 ഡോറിനുള്ള കട്ടിള, അതാണ് ഈ സ്ഥലം. കുരിശടിയുണ്ട്, മഞ്ഞുണ്ടോ തോന്നുന്നു, മഞ്ഞാണെന്ന് തോന്നുന്നു ഇറങ്ങിയേക്കുന്നല്ലേ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കാൻ പോകണം. ഇനി ഒരു 70 കിലോമീറ്റർ ഉണ്ട് തിരിച്ചു വന്നിട്ട്. നമ്മുടെ സാരഥി ഇതായിരിക്കുന്നു. ഇങ്ങോട്ടൊക്കെ വനവും വീടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഉൾവനമല്ല, നമ്മൾ വന്ന വഴിക്കൊക്കെ വനമാണ്. അങ്ങനെ കട്ടിളപ്പാറയും കണ്ടു. സ്ഥലത്തിന് പേര് വരാൻ റീസൺ ഇവിടെ കട്ടിള പോലെ 3 ഡോറ് പോലെ ഉണ്ട്, അതാണ്. ഗൈസ് അവിടെ ഉരുള് പൊട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒന്നും പറയാനില്ല കേട്ടോ. കൊണ്ട പിന്നീട് സ്ഥലം ഉണ്ടെന്ന് ഉള്ളു പൊട്ടിയിട്ടുണ്ട്. അവിടെ നല്ല കരക്കുള്ളുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്.